ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോൺസ്റ്റബിൾ കനകു എന്ന സീരീസിന്റെ സീസൺ 2 ആണ്. തൊട്ട് മുൻപ് ഞാൻ ഇട്ടിട്ടുള്ള സീസൺ 1 വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് തെളിയിച്ചെങ്കിലും കനകത്തിന് ഇപ്പോഴും ചന്ദ്രിക എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് ആ കാട്ടിലേക്ക് പോകുന്നതിനുള്ള ഭയമെല്ലാം തന്നെ മാറി ആ വഴി തുറക്കുകയും ചെയ്തു. പെൺകുട്ടികളെ മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോയ ആ പ്രസിഡന്റിനെ മെന്റൽ ഹോസ്പിറ്റലിലാക്കി. പക്ഷെ അപ്പോഴും കനകത്തിന്റെ മനസ്സിൽ ചന്ദ്രികയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. അവളുടെ കേസ് കമ്മീഷണർ ഓഫീസിലേക്ക് വിട്ടിരിക്കുകയാണ്. ആ കേസ് എങ്ങനെയെങ്കിലും തനിക്ക് തന്നെ അന്വേഷിക്കണമെന്ന് കനകത്തിന്റെ മനസ്സിലുണ്ട്. അതവള് സാംബയോട് തുറന്നു പറയുകയും ചെയ്യുന്നു. എന്നാൽ സാംബ പറയുന്നുണ്ട്, ചന്ദ്രികയുടെ വീട്ടുകാര് ആ കേസ് ഏകദേശം വിട്ടമട്ടാണ്. ചന്ദ്രികയെ മരിച്ചു എന്ന് തന്നെ വിശ്വസിച്ചാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. മരിച്ചുപോയ ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തില് ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളും അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കനകത്തിന് ചന്ദ്രിക മരിച്ചു എന്ന് വിശ്വസിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ചടങ്ങുകളില് ബാക്കി പെൺകുട്ടികളുടെ ഫോട്ടോസിന്റെ മുന്നിൽ നിന്ന് കാക്കകൾ വന്ന് ചോറ് കഴിക്കുന്നു. എന്നാൽ ചന്ദ്രികയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് മാത്രം കാക്കകൾ ചോറ് കഴിക്കുന്നില്ല. അത് കണ്ടപ്പം മുതൽ കനകത്തിന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. കാരണം അവൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരണശേഷം മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് കാക്കയായിട്ട് വന്ന് അവരുടെ മരണാനന്തര ചടങ്ങുകളിൽ നിന്ന് ചോറ് കഴിക്കുമെന്ന്. ചന്ദ്രികയുടെ ഇലയിൽ നിന്ന് ഒരു കാക്ക പോലും ചോറ് കഴിച്ചിട്ടില്ല. അതിനർത്ഥം അവൾ ജീവനോടെ ഉണ്ടാകുമെന്നാണ്. ഇതവൾ സാംബയോടും പറയുന്നു. ഇപ്പോൾ സ്റ്റേഷനിലെ എല്ലാവർക്കും കനകത്തിനോട് വലിയ സ്നേഹമാണ്. അത് കാരണം തന്റെ സംശയം അവൾ SIയോട് ഷെയർ ചെയ്തു. എന്നിട്ട് SIയുടെ സഹായത്തോടു കൂടി കമ്മീഷണർ ഓഫീസിലേക്ക് പോയ ചന്ദ്രികയുടെ ഫയല് കുറച്ച് ദിവസത്തേക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SIയെ കൊണ്ട് കമ്മീഷണർ ഓഫീസിലെ ഒരു ഫ്രണ്ടിനോട് റിക്വസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, കമ്മീഷണറുടെ ടേബിളിലേക്ക് ഇതുവരെ ഫയൽ കൊണ്ടുപോയിട്ടില്ല, ഒരു 3 ദിവസത്തേക്ക് താൻ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. ചന്ദ്രികയെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കണ്ടെത്തണമെങ്കിൽ കനകത്തിന്റെ മുൻപിൽ ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ചന്ദ്രികയെ അവൾ പോസ്റ്റ് ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ തന്റെ അമ്മയ്ക്ക് മുട്ടുവേദനയായത് കാരണം മരുന്നിനുള്ള കാശും പിന്നെ ഇവിടെ നിന്നും എന്തൊക്കെയോ തൈലമൊക്കെ അവൾ അയക്കുന്നതായിട്ട് കനകത്തിന് ഓർമ്മ വന്നു. അവൾ അയച്ച മണി ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് പോസ്റ്റ് മാസ്റ്ററിനോട് കനകം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടുത്തെ ബുക്കെല്ലാം തന്നെ തൽക്കാലം ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുക, നാളെ ഇത് വരികയുള്ളൂ, അത് കാരണം നാളെ ഞാൻ ഡീറ്റെയിൽസ് തരാമെന്ന്. ചന്ദ്രിക വൈസാഖിൽ നിന്നാണ് ഇവിടെ ഒരു തരത്തിലുള്ള നൃത്തം പഠിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് വൈസാഖിലുള്ള അവളുടെ വീട്ടിലേക്ക് പോകാൻ കനകൻ തീരുമാനിച്ചു. ആകെ നനഞ്ഞു കുളിച്ചാണ് അവൾ വീട്ടിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ വാതിൽ തുറക്കുന്നതാകട്ടെ ചന്ദ്രികയുടെ കൂടെ അന്ന് ഈ റാപ്പല്ല എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നിരുന്ന ചന്ദ്രികയുടെ വീട്ടിലെ ജോലിക്കാരിയായ വസുതയായിരുന്നു. അന്ന് രാത്രി ചന്ദ്രികയുടെ ഒപ്പം താനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കനകൻ ചന്ദ്രികയുടെ അമ്മയോട് ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നാൽ ചന്ദ്രികയുടെ അമ്മയാകട്ടെ കനകത്തിനെ കണ്ടതു മുതൽ ആകെ ഒരു ടെൻഷനിലായിരുന്നു. അമ്മയുടെ മുട്ടുവേദനയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, തനിക്ക് മുട്ടുവേദന ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന്. ഇത് കേട്ടതോടുകൂടി കനകത്തിന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. ചന്ദ്രികയാകട്ടെ അമ്മയ്ക്ക് മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് അയച്ചുകൊണ്ടിരുന്നത്. ചന്ദ്രികയുടെ അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവൾ എന്തിനാ അങ്ങനെ ചെയ്തത്? ആർക്കാണ് അവൾ മണി ഓർഡർ അയച്ചുകൊണ്ടിരുന്നത്? അതൊക്കെ അറിയണമെങ്കിൽ അവൾ മണി ഓർഡർ അയച്ച ആ അഡ്രസ്സ് കിട്ടണം. അത് നാളെ കിട്ടൂ. തൽക്കാലം മഴയായത് കാരണം ഇന്ന് രാത്രി ഇവിടെ നിന്നും പോകണ്ടെന്ന് ചന്ദ്രികയുടെ അമ്മ പറഞ്ഞു. അന്ന് രാത്രി അവൾക്ക് ചെലവഴിക്കാൻ ചന്ദ്രികയുടെ റൂം തന്നെയാണ് അവർ തുറന്നു കൊടുക്കുന്നത്. അവൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചന്ദ്രികയുടെ ഡ്രസ്സ് അലമാരയിൽ നിന്ന് എടുത്തോളാനും പറയുന്നു. ആ റൂമിൽ ഒരുപാട് ചെറിയ ബൊമ്മകൾ ഉണ്ടായിരുന്നു. അതിലൊന്നില് കനകം തൊടാൻ തുടങ്ങിയതും ആ അമ്മ പറയുന്നുണ്ട്, അതിലൊന്നും തുടരുതെന്ന്. എന്റെ മകൾക്ക് അതൊന്നും ഇഷ്ടമല്ല. പണ്ടൊരിക്കല് എന്റെ കയ്യിൽ നിന്ന് അതറിയാതെ വീണ് പൊട്ടി. അത് നേരെയാക്കി കൊടുക്കുന്നിടം വരെ അവൾ എന്നോട് മിണ്ടിയില്ല. ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ ഇനിയും എന്നോട് മിണ്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. കനകവും ആകെ വല്ലാതെയായി. അവൾ അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ നേരത്താണ് ശ്രദ്ധിക്കുന്നത്, അലമാരയ്ക്കുള്ളിലിരിക്കുന്ന ഒരു ബാഗിൽ നിന്ന് ഒരു ഷോള് പുറത്തേക്ക് കിടക്കുന്നത്. അവൾ ആ ഷോൾ എടുത്തു നോക്കിയതും അതിൽ നിറയെ ബ്ലഡ് ആയിരുന്നു. ആ സമയത്താണ് അവൾക്ക് ഓർമ്മ വരുന്നത്, അന്ന് ചന്ദ്രികയെ കാണാതായ രാത്രി ഇവരുടെ രണ്ടുപേരുടെയും ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയം കനകത്തിന്റെ കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ഇട്ടിരുന്ന തന്റെ ഷോള് കൊണ്ടാണ് കനകത്തിന്റെ കഴുത്തിലെ ബ്ലഡ് ഒപ്പിയെടുത്തത്. അന്ന് പറ്റിയ ബ്ലഡ് അതുപോലെ ഈ ഷോളിലുണ്ട്. അതായത് ചന്ദ്രികയെ കാണാതാകുന്ന സമയത്ത് അവൾ ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷോളായിരുന്നു അത്. അതെങ്ങനെ ഈ വീട്ടിൽ വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും കനകത്തിന് മനസ്സിലായില്ല. ചന്ദ്രികയുടെ അമ്മയച്ഛനും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ഡോറിന്റെ കീ ഹോളിലൂടെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഈ റൂമിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ പേടിച്ചു നിൽക്കുകയായിരുന്നു. അവിടെയാണ് സീസൺ 2 ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രികയുടെ അച്ഛനും അമ്മയും ഒരു സാമിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയുടെ അച്ഛന് പലതവണയായിട്ട് ആക്സിഡന്റ് നടന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. മാത്രമല്ല ചന്ദ്രികയുടെ അമ്മയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം അവരുടെ മകളുടെ ജാതകത്തിലെ പ്രശ്നമാണെന്ന് ഈ സാമി പറയുന്നു. അത് കേട്ട് ചന്ദ്രികയുടെ അമ്മയും അച്ഛനും ആകെ സങ്കടത്തിലായി. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയം ആ സാമി എന്തൊക്കെയോ ഇവരോട് പറയുന്നുണ്ട്. അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. സീൻ അവിടെ കട്ടായി വീണ്ടും കഥ പ്രസന്റിലേക്ക് വരികയാണ്. അന്ന് രാത്രി അവിടെ ചെലവഴിച്ച ശേഷം പിറ്റേന്ന് രാവിലെ അവിടെ നിന്നും പോകാൻ ഇറങ്ങിയായിരുന്നു കനകം. കനകത്തിനെ ബസ് സ്റ്റോപ്പിൽ വിടാമെന്ന് ചന്ദ്രികയുടെ അച്ഛൻ പറയുന്നു. കൂടാതെ അയാള് തന്റെ വൈഫിന്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തിട്ട് വസുത നാട്ടിലേക്ക് പോയിരിക്കുകയല്ലേ, അവിടേക്ക് അയച്ചു കൊടുക്കാൻ പറയുകയും ചെയ്യുന്നു. അയാളുടെ കൂടെ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ കനകത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ പേടിയുണ്ടായിരുന്നു, ഇയാൾ തന്നെ അപകടപ്പെടുത്തുമോ എന്ന്. എന്നാൽ അയാൾ അവളെ ഉപദ്രവിക്കാതെ കറക്റ്റായിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. ചന്ദ്രികയെ പറ്റി ഇനി കൂടുതൽ അറിയണമെങ്കിൽ അവൾ മണി ഓർഡർ അയക്കുന്നത് ആർക്കാണെന്ന് കണ്ടെത്തണം.
അതിനു വേണ്ടിയിട്ട് അവൾ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. സത്യബാബു ആണ് ഫോൺ എടുത്തത്. അയാളോട് പറയുന്നുണ്ട് പോസ്റ്റ് മാസ്റ്ററെ പോയി കണ്ടിട്ട് ചന്ദ്രിക മണി ഓർഡർ അയക്കുന്ന അഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. അവളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ആ ബൂത്തിലെ നമ്പർ അവൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചന്ദ്രിക മണി ഓർഡർ അയക്കുന്ന ആ അഡ്രസ്സ് വാങ്ങിയിട്ട് തിരിച്ചു വന്ന് ഇവളെ കോൾ ചെയ്ത് അത് പറഞ്ഞു കൊടുക്കുന്നു. അഡ്രസ്സ് എഴുതിയെടുത്ത് അവൾ അവിടെ നിന്നും പോയി. ആ സമയം സ്റ്റേഷനിലേക്ക് കനകത്തിന്റെ ആന്റിയുടെ കോള് വരുന്നു. അവളുടെ അച്ഛൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് അവൾ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെ കനകത്തിനെ അറിയിക്കുമെന്ന് സത്യബാബു ആകെ ടെൻഷനിലായി. അവൾ ഇങ്ങോട്ട് വിളിച്ച ആ ബൂത്തിലേക്ക് തിരിച്ചു വിളിച്ചപ്പോഴേക്കും അവൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക മണി ഓർഡർ അയക്കുന്ന ആ അഡ്രസ്സിലേക്ക് അവൾ എത്തിച്ചേരുന്നു. ഒരു ഗ്രാമത്തിന്റെ നടുക്കുള്ളൊരു ചെറിയ വീടായിരുന്നു അത്. വീടിന്റെ ഫ്രണ്ടിലെത്തി ഇവിടെ ആരുമില്ലെന്ന് അവൾ ചോദിക്കുന്നു. ആ സമയം അകത്തു നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് കനകൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ചന്ദ്രിക തന്നെയായിരുന്നു. അവളെ കണ്ട് ഓടിപ്പോയി കനകൻ കെട്ടിപ്പിടിക്കുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയെന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. നീ എന്തായാലും ജീവനോടെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ചന്ദ്രികയാകട്ടെ അധികമൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എന്താ ശരിക്കും സംഭവിച്ചെന്ന് കനകൻ ചോദിക്കുമ്പോൾ ചന്ദ്രിക നടന്ന കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ചന്ദ്രികയുടെ അച്ഛനും അമ്മയ്ക്കും അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. അവളുടെ എല്ലാ ജന്മദിനത്തിനും പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം കൊടുക്കും. അങ്ങനെ ഒരു ജന്മദിനത്തിന്റെ അന്ന് അവളുടെ അച്ഛനെ വല്ലാതെ സങ്കടത്തിൽ അവൾ കാണുന്നു. എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ അവളോട് പറയുന്നുണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ മകളുടെ അടുത്ത് പറയാത്തതായിട്ട് അയാൾക്ക് ഒന്നുമില്ല. പക്ഷെ ഒരേ ഒരു വലിയ രഹസ്യം മാത്രം അവളിൽ നിന്നും അയാൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ രഹസ്യം എന്താണെന്ന് കേട്ടതും അവൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതായത് ചന്ദ്രിക ഇവർ രണ്ടുപേരുടെയും മകളല്ല, ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ ദത്തെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവളുടെ അമ്മയും അച്ഛനും അവളെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് വിഷമം തോന്നിയെങ്കിലും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും കിട്ടിയതിൽ അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ചന്ദ്രികയുടെ ഈ അച്ഛൻ സത്യനാരായണൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കിടക്കുന്ന കാരണം തന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്താൻ അവൾക്കൊരു ആഗ്രഹം തോന്നി. സത്യനാരായണൻ വീട്ടിലില്ലാത്ത സമയത്ത് അയാളുടെ റൂമിൽ കയറി അയാൾ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ അഡോപ്ഷന്റെ പേപ്പേഴ്സ് അവൾ നോക്കുന്നു. അതിൽ നിന്നും ഒരു അഡ്രസ് അവൾക്ക് കിട്ടി. ആ അഡ്രസ് തേടി അവൾ വന്നതാകട്ടെ ഇതേ വീട്ടിലേക്ക് തന്നെയായിരുന്നു. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന വലിയൊരു രഹസ്യം കൂടിയാണ്. ചന്ദ്രികയുടെ മുഖച്ഛായയിൽ അവിടെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സഹസ്ര എന്നായിരുന്നു അവളുടെ പേര്. ഹോസ്പിറ്റലിൽ നിന്ന് സത്യനാരായണൻ ചന്ദ്രികയെ ദത്തെടുക്കുമ്പോൾ ചന്ദ്രികയുടെ യഥാർത്ഥ അമ്മ ഇരട്ട കുഞ്ഞുങ്ങൾക്കായിരുന്നു ജന്മം കൊടുത്തിരുന്നത്. അതിലൊരു പെൺകുട്ടിയാണ് അയാൾ ദത്തെടുത്തുകൊണ്ട് പോയത്. അത് അയാൾക്കും അറിയില്ലായിരുന്നു. തന്റെ ഇരട്ട സഹോദരിയെ കണ്ട സന്തോഷത്തില് ചന്ദ്രിക അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. ചന്ദ്രികയുടെയും സഹസ്രയുടെയും യഥാർത്ഥ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ റിയൽ ആയിട്ടുള്ള അമ്മ ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. പക്ഷേ കണ്ണിന് കാഴ്ചശക്തിയില്ല, അതുപോലെ തന്നെ അസുഖബാധിതയുമാണ്. സഹസ്ര കഷ്ടപ്പെട്ടാണ് തന്റെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്ക് വിഷമം തോന്നുന്നുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സത്യനാരായണൻ ചന്ദ്രികയ്ക്ക് പകരം സഹസ്രയാണ് എടുത്തുകൊണ്ട് പോയിരുന്നതെങ്കിൽ ഇന്ന് താൻ അനുഭവിക്കുന്ന ലൈഫ് സഹസ്രയ്ക്ക് കിട്ടിയേനെ. ഇന്ന് സഹസ്ര കഷ്ടപ്പെടുന്ന പോലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് താൻ കഷ്ടപ്പെടേണ്ടി വന്നേനെ. അങ്ങനെ ഓരോന്നാലോചിച്ചപ്പോൾ ചന്ദ്രികയ്ക്ക് തോന്നി ഈ കഷ്ടപ്പാടൊന്നും നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല. ഇനി കുറച്ചുനാള് അമ്മയെ ഞാൻ നോക്കാം. എനിക്ക് പകരം എന്റെ വീട്ടിലേക്ക് ചന്ദ്രികയായിട്ട് നീ പോകണം. ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും ഞാൻ നടക്കുന്ന പോലെ നടക്കാനും പഠിച്ചാൽ മതി. എന്നിട്ട് താൻ ഒരുങ്ങുന്ന പോലെയും താൻ ഡ്രസ് ചെയ്യുന്ന പോലെ എല്ലാം തന്നെ സഹസ്രയും അവൾ മാറ്റിയെടുക്കുന്നു. അതിനുശേഷം കുറച്ചു നാളത്തേക്ക് താൻ താമസിക്കുന്ന സത്യനാരായണന്റെ വീട്ടില് സന്തോഷത്തോടെ അവരുടെ മകൾ ചന്ദ്രികയായിട്ട് ജീവിക്കാൻ സഹസ്രയെ ചന്ദ്രിക പറഞ്ഞു വിട്ടു. എന്നിട്ട് യഥാർത്ഥ അമ്മയുടെ കാര്യങ്ങൾ നോക്കി കുറച്ചുനാള് സഹസ്രയായിട്ട് ചന്ദ്രിക ഈ വീട്ടിൽ നിൽക്കുന്നു. പക്ഷെ അപ്പോഴും സത്യനാരായണന്റെ അടുത്തേക്ക് തിരിച്ചുപോയ സഹസ്രയ്ക്ക് അവിടെ ചന്ദ്രികയായിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് കാരണം അവൾ വീണ്ടും തിരിച്ചെത്തി. എന്നാലും ഇവർ തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ചന്ദ്രിക നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളായിരുന്നു അവൾ കോളേജിലും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ കോളേജിൽ വെച്ച് അവൾ ശേഖർ എന്ന് പറയുന്ന ഒരു പയ്യനെ പ്രണയിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവർക്കിടയിൽ ജാതിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവനൊരു നല്ല ജോലിയുമില്ല. അത് കാരണം ചന്ദ്രികയ്ക്ക് സത്യനാരായണനോട് തന്റെ പ്രണയത്തെപ്പറ്റി തുറന്നു പറയാൻ വയ്യ. സത്യനാരായണനാകട്ടെ ഇതൊന്നും അറിയാതെ മകളുടെ കല്യാണം വലിയൊരു വീട്ടില് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. അതിനിടയ്ക്കാണ് ശേഖറിന് ദുബായിൽ ജോലി കിട്ടുന്നത്. ഒന്ന് പോയി സെറ്റിലായി കഴിഞ്ഞിട്ട് താൻ തിരിച്ചു വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് ശേഖർ പറയുന്നു. അതുവരെ എങ്ങനെയെങ്കിലും ചന്ദ്രികയോട് പിടിച്ചു നിൽക്കാനാണ് പറയുന്നത്. അങ്ങനെ ശേഖർ പോയി. ചന്ദ്രിക കുറച്ചു കാലം തന്റെ കല്യാണം നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് സത്യനാരായണനോട് പറയുന്നുണ്ട് തനിക്ക് കോളേജിൽ ഒരു പ്രോജക്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കലാരൂപം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പഠിച്ച് എന്റെ പ്രോജക്ട് കംപ്ലീറ്റ് ആക്കി എന്റെ പഠനം കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന്. അത്രയും കാലം ഈ കല്യാണം ഒന്ന് നീട്ടിവെക്കുമോ എന്ന് തന്റെ മകളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന സത്യനാരായണൻ അവള് പറഞ്ഞ ആ കാര്യത്തിനും സമ്മതം കൊടുത്തു. അങ്ങനെയാണ് ഈ റാപ്പല്ല എന്ന് പറയുന്ന ഗ്രാമത്തില് അവളൊരു നൃത്തം പഠിക്കാൻ വേണ്ടി വരുന്നത്. അന്നവൾക്ക് കൂട്ടായിട്ട് വസുതയും കൂടി കൊണ്ടുപോയിക്കൊള്ളാൻ സത്യനാരായണനാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സത്യനാരായണൻ ചന്ദ്രികയ്ക്ക് പോകാൻ അനുവാദം കൊടുത്തെങ്കിലും ചന്ദ്രിക റാപ്പലയിലേക്ക് പോയില്ല. അവൾ അതിനു മുമ്പ് വന്ന് കാണുന്നത് സഹസ്രയായിരുന്നു. റാപ്പലയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ശേഖറുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രണയം അതോടെ നിന്നുപോകും. അത് കാരണം തൽക്കാലം ഞാനിവിടെ സഹസ്രയായിട്ട് കൂടാം. നീ വസുതയുടെ കൂടെ ചന്ദ്രികയായിട്ട് റാപ്പല എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോകണമെന്നും അവിടെ പോയി എനിക്ക് പകരം നൃത്തം പഠിക്കണമെന്നും. നീ അവിടെ ചന്ദ്രികയായിട്ട് നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശേഖറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അവൻ തിരിച്ചു വരുന്നിടം വരെ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാം. ഞാൻ വസുതയുടെ കൂടെ അവിടെ പോയി ഡാൻസ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശേഖറിനെ വിളിക്കാൻ പറ്റില്ല. ശേഖർ ഇല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ
കേട്ടപ്പോൾ സഹസ്രയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. അങ്ങനെ ചന്ദ്രിക ഒരുപാട് നിർബന്ധിച്ചു കഴിയുമ്പോൾ സഹസ്ര ഒടുവിൽ സമ്മതിച്ചു താൻ ചന്ദ്രികയായിട്ട് വസുതയുടെ കൂടെ ആ റാപ്പല എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയി നൃത്തം പഠിക്കാമെന്ന്. അതായത് കനകം ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് തന്റെ കൂട്ടുകാരിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ചന്ദ്രികയാണെന്നാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ സഹസ്രയായിരുന്നു. സഹസ്ര അവിടെ വെച്ച് കനകത്തെ പരിചയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കത്തിലൂടെ ചന്ദ്രികയെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ശേഖറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം ജോബ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആയ കാരണം അവന് വരാൻ പറ്റിയില്ല. ആ സമയം തന്നെ സഹസ്രയുടെ കത്തുകൾ വരുന്നത് നിന്നു. എന്തു പറ്റിയെന്നറിയാതെ ആകെ ടെൻഷനില് ചന്ദ്രിക നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് തന്റെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ചന്ദ്രികയെ പെട്ടെന്ന് മുന്നിൽ കണ്ടതും അവർ ഞെട്ടലോടുകൂടി നീ ഇത്രയും കാലം എവിടെയായിരുന്നു, നിന്നെ കാണാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു, ആൾക്കാർ നീ മരിച്ചു എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവർ കരയാൻ തുടങ്ങി. ആ നിമിഷമാണ് ചന്ദ്രികയ്ക്ക് മനസ്സിലായത് റാപ്പലയിലേക്ക് പോയ സഹസ്രയ്ക്ക് എന്തോ സംഭവിച്ചുവെന്ന്. അവള് തന്റെ അച്ഛനോടും അമ്മയോടും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. തനിക്കൊരു ഇരട്ട സഹോദരി ഉണ്ടെന്നും അവളുടെ പേര് സഹസ്ര എന്നാണെന്നും എനിക്ക് പകരം അവളാണ് റാപ്പലയിലേക്ക് പോയതെന്നും എത്രയും പെട്ടെന്ന് തന്റെ സഹോദരിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാമെന്ന് അവൾ സത്യനാരായണനോട് പറയുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട് എന്റെ മകൾ ചന്ദ്രികയാണെന്ന് കരുതിയിട്ടാണല്ലോ സഹസ്രയെ ആരും അപായപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ശത്രു പുറത്തുണ്ട്. ഇപ്പോൾ നീ ജീവനോടെയുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് അപകടമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇത്രയും കാലം നിന്ന സഹസ്രയുടെ വീട്ടിലേക്ക് തന്നെ തൽക്കാലം പോയി നിന്നു. അവിടെ നീ സേഫ് ആയിരിക്കും. അങ്ങനെയാണ് ചന്ദ്രിക വീണ്ടും സഹസ്രയുടെ വീട്ടിലേക്ക് വന്നത്. സഹസ്രയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് നീ കണ്ടെത്തണമെന്ന് ചന്ദ്രിക കനകത്തിനോട് പറയുന്നു. കനകത്തിന് ആകെപ്പാടെ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം തന്റെ കൂട്ടുകാരിയിൽ നിന്നിരുന്നത് സഹസ്രയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും കനകത്തിന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. മേരി എന്നും ഭാസ്കർ എന്നും പറയുന്ന ഒരു കാമുകിയും കാമുകനും. എന്നാൽ ഇവരുടെ വിവാഹത്തിന് മുൻപ് തന്നെ മേരി പ്രഗ്നന്റ് ആയി. അത് കാരണം വീട്ടിൽ നിന്ന് ഒളിച്ചോടി മേരിയും ഭാസ്കറും വിവാഹം കഴിക്കുകയും തങ്ങളുടെ കൂട്ടുകാരൻ രാജുവിന്റെ സഹായത്തോടുകൂടി മറ്റൊരു നാട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. തന്റെ വീട്ടുകാരെ എന്തെങ്കിലും തന്നോട് ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു മേരി. ആരുമില്ലെങ്കിലും നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും കൂടെ താൻ ഉണ്ടാകുമെന്ന് ഭാസ്കർ അവളോട് പറയുന്നു. ആ സീൻ അവിടെ കട്ടായി വീണ്ടും നമ്മളെ പ്രസന്റിലേക്കാണ് കഥ കാണിക്കുന്നത്. ചന്ദ്രികയുടെയും സഹസ്രയുടെയും ഒക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കനകൻ സാമ്പയെ വിളിക്കുന്നു. ആ സമയത്ത് സാമ്പ അവളോട് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നീ വിട്ടേക്ക്, നിന്റെ അച്ഛന് സുഖമല്ല എന്ന് പറഞ്ഞ് കോള് വന്നിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ. അങ്ങനെ കനകൻ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവളുടെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ചെറുപ്പത്തിൽ മുതലേ അയാളുടെ ആഗ്രഹം തന്റെ മകൾ പോലീസ് ആകണമെന്നായിരുന്നു. പോലീസ് വേഷത്തിൽ തന്റെ മുൻപിൽ വന്ന് ഒന്ന് സല്യൂട്ട് ചെയ്യണമെന്ന് അയാൾ എപ്പോഴും അവളോട് പറയുമായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അതും കണ്ടുകൊണ്ടാണ് അയാൾ മരിക്കുന്നതും. അച്ഛന്റെ മരണത്തിൽ അവൾ അതീവ ദുഃഖിതയായിരുന്നു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അവൾ വീട്ടിലെത്തി അച്ഛന്റെ റൂമിലിരിക്കുമ്പോൾ അവൾക്ക് അവിടെ നിന്നും ഒരു താക്കോല് കിട്ടുന്നു. അച്ഛന്റെ പഴയ പെട്ടി അവൾ തുറന്നു നോക്കുകയും അതിൽ നിന്ന് അവൾക്ക് എന്തൊക്കെയോ പേപ്പർ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആ സമയം അവളെ കാണാൻ വേണ്ടിയിട്ട് സാമ്പയും മറ്റു പോലീസുകാരും അവിടേക്ക് വരുന്നു. അവൾ അവരോട് ചന്ദ്രികയെ പറ്റിയും സഹസ്രയെ പറ്റിയും എല്ലാം തന്നെ പറയുന്നു. കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവർ അന്വേഷിക്കേണ്ടത് സഹസ്രയാണെന്ന് അവർക്ക് മനസ്സിലായി. സത്യനാരായണന്റെ വീട്ടിൽ താൻ നിന്ന സമയത്ത് അവരുടെ അലമാരയിൽ നിന്ന് കിട്ടിയ രക്തം പുരണ്ട ആ ഷോളിനെ പറ്റി അവൾ മറ്റുള്ളവരോട് പറയുന്നു. ആ സമയത്താണ് സത്യനാരായണൻ അവളെ കാണാൻ അവിടേക്ക് വരുന്നത്. നിന്റെ അച്ഛന്റെ മരണത്തിൽ ഒരുപാട് ദുഃഖമുണ്ടെന്നും ചന്ദ്രികയെ പോലെ തന്നെ സഹസ്രയെ ഞാൻ എന്റെ മകളായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുക, അതുകൊണ്ട് അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നീ അവളെ കണ്ടെത്തി എനിക്ക് തരണമെന്ന്. താൻ വിചാരിച്ചതിനേക്കാൾ നല്ല വ്യക്തികളാണ് സത്യനാരായണനും അയാളുടെ വൈഫും എന്നും കനകത്തിന് മനസ്സിലായി. അയാൾ പോകാൻ നേരം കനക അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡ്രൈവർ എവിടെയെന്ന്. തന്റെ മകളെ കാണാതായ ശേഷം അവൻ ജോലി വിട്ടു പോയി എന്നാണ് അയാൾ പറയുന്നത്. സതീഷ് എന്ന അയാളുടെ ഡ്രൈവറെ പറ്റി അന്വേഷിക്കാൻ കനകൻ തീരുമാനിക്കുന്നു. ഇതിനെപ്പറ്റി സത്യനാരായണനോട് കൂടുതൽ ചോദിക്കാതെ അവൾ വസുതയുടെ വീട് കണ്ടുപിടിച്ച് വസുതയുടെ അടുത്തേക്ക് വരുന്നു. സതീഷ് എന്ന ഡ്രൈവറിനെ പറ്റി ചോദിക്കുന്നു. ചന്ദ്രികയെ കാണാതായതിന്റെ പിന്നില് സതീഷ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് വസുതയോട് അവൾ പറയുന്നു. യഥാർത്ഥത്തിൽ അത് ചന്ദ്രികയല്ല സഹസ്രയാണെന്നുള്ള കാര്യമൊന്നും തന്നെ ഇതുവരെയും വസുതയോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സതീഷിനെ അന്വേഷിച്ച് അവളിവിടെ വന്നേന്ന് മനസ്സിലാക്കിയ വസുതയാകട്ടെ അവളോട് പറയുന്നുണ്ട് ആദ്യമേ തന്നെ തനിക്ക് സതീഷിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു എന്ന്. അവൻ പലപ്പോഴും ചന്ദ്രികയെ നോക്കുന്നത് വേറൊരു കണ്ണുകൊണ്ടായിരുന്നു. അവളുടെ ഷോളൊക്കെ പലപ്പോഴും അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് കേട്ടതും കനകോ ആകട്ടെ തന്റെ ബാഗിലിരുന്ന ആ ഷോൾ എടുത്ത് അവരെ കാണിക്കുന്നു. എനിക്ക് സത്യനാരായണന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. അത് കണ്ടുകൊണ്ട് വസുത പറയുന്നുണ്ട് ചന്ദ്രിക കാണാതായ രാത്രിയിൽ അവൾ ഇതായിരുന്നു ധരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സതീഷ് തന്നെയായിരിക്കും അവളെ എന്തെങ്കിലും ചെയ്തത്. ചന്ദ്രയെ കാണാതായ ശേഷം അവന് വേറെവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ പോയത്. ഉറപ്പായിട്ടും അവനിതിൽ പങ്കുണ്ട്. നമ്മളിത് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കണം. അതും പറഞ്ഞുകൊണ്ട് ആ ഷോളും എടുത്തുകൊണ്ട് വസുത പുറത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ കനക അവരോട് പറയുന്നുണ്ട് നിങ്ങൾ സതീഷിനെ കുറിച്ച് ഇതൊക്കെയാ പറഞ്ഞതെങ്കിൽ ഞാൻ സതീഷിനെ കണ്ടപ്പോ അവൻ പറഞ്ഞത് വേറെ കാര്യങ്ങളാണെന്ന്. അത് കേട്ടതും വസുത ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. കാരണം വസുതയെ കാണാൻ വരുന്നതിന് മുൻപ് തന്നെ അവൾ സതീഷിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വസുത പറഞ്ഞ പോലെ സതീഷ് അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല. അയാൾക്ക് ശമ്പളം കുറവായതുകൊണ്ടാണ് സത്യനാരായണന്റെ അടുത്ത് നിന്നും അയാൾ ജോലി വിട്ടിട്ട് നല്ലൊരു ജോലി തേടി പോയത്. ചന്ദ്രികയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന സമയത്ത് ചന്ദ്രിക റേപ്പലയിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അവളുടെ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ടുവരാൻ സത്യനാരായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴുകിയിട്ടിരുന്ന ഡ്രസ്സുകൾ ഉൾപ്പെടെ സതീഷാണ് അവിടെ നിന്നും എടുത്തത്. സമയം തറയിൽ കിടന്നിരുന്ന ഒരു ഷോൾ കൂടി അയാൾ എടുത്ത ബാഗിലേക്ക് വെച്ചു. അതിൽ ബ്ലഡ് പറ്റിയിരിക്കുന്നതൊന്നും തന്നെ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബാഗ് അങ്ങനെ തന്നെ അവരുടെ വീട്ടുകാർ കൊണ്ടുവന്ന് ചന്ദ്രികയുടെ റൂമിൽ വെക്കുകയായിരുന്നു. അതിനർത്ഥം അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ചന്ദ്രിക കാട് വഴി നേരെ വീട്ടിൽ
വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് അവൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത്. അവളുടെ ഷോള് വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ അവൾ വീട്ടിലെത്തി എന്നുള്ള തെളിവല്ലേ അത്? അതുകൊണ്ട് ചന്ദ്രിക എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് നിങ്ങൾ പറയുന്നതാ നല്ലത്. കനക ഇങ്ങനെ പറഞ്ഞതോടുകൂടി വസുധ ആകെ വല്ലാതെയായി. പക്ഷെ അവരുടെ മുഖത്ത് ദേഷ്യഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അന്ന് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ചന്ദ്രിക ആകെ ടെൻഷനോടുകൂടിയാണ് വീട്ടിലേക്ക് എത്തിയത്. എന്താ കാര്യമെന്ന് വസുധ ചോദിച്ചപ്പോഴാണ് വഴിയിൽ താൻ കണ്ട കാര്യങ്ങൾ ചന്ദ്രിക പറയുന്നത്. ആ നേഴ്സിന്റെ കാമുകം വന്ന കാരണം ചന്ദ്രിക നേഴ്സിനെ കാമുകന്റെ കൂടെ പറഞ്ഞുവിട്ട ശേഷം കാട്ടിലൂടെ ഒറ്റയ്ക്ക് വരികയായിരുന്നു. ആ സമയം അതുവഴി ആരോ തീപ്പന്തവും കൊണ്ട് പോകുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ബാബ്ജി വരുന്നത്. കാര്യം തിരക്കുമ്പോ അതുവഴി പോയ ആളെ പറ്റി അവൾ സംസാരിക്കുന്നു. താനും അയാളെ കണ്ടിരുന്നു എന്ന് ബാബ്ജി പറയുന്നു. അവർ രണ്ടുപേരും ആ ആള് എങ്ങോട്ടാ പോയതെന്ന് നോക്കി പോകുമ്പോ കാണുന്നതാകട്ടെ നമ്മുടെ പ്രസിഡന്റ് അവിടെ ഇരുന്ന് മന്ത്രവാദം ചെയ്യുന്നതാണ്. ഇത് കണ്ട് ഇവർ രണ്ടുപേരും പേടിച്ചു. ബാബ്ജി അവളോട് പറയുന്നുണ്ട്, നീ ഗ്രാമത്തിൽ പോയി ആരെങ്കിലും കൂട്ടിയിട്ട് വരാൻ. എന്നിട്ടാണ് ബാബ്ജി നേരെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് ആ പ്രസിഡന്റ് അവനെ കൊല്ലുന്നതും ആ ബോഡി മാറ്റുന്നതും എല്ലാം തന്നെ ആദ്യത്തെ സീസണിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ വിവരങ്ങൾ ഗ്രാമത്തിലുള്ള ആരെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രിക ഓടിയെത്തുന്നതാകട്ടെ വസുധയുടെ അടുത്തേക്കാണ്. അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ട് വസുധ അവളോട് പറയുന്നുണ്ട്, നമുക്കെന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വീടിന്റെ സൈഡിലൂടെ കാട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയമാണ് ചന്ദ്രികയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഷോൾ അവിടെ വീണു പോകുന്നത്. എന്നാൽ കാറിന്റെ അടുത്തേക്ക് എത്തിയപ്പോ പ്രസിഡന്റിനെയോ ബാബ്ജിയോ ആരെയും തന്നെ ചന്ദ്രിക കണ്ടില്ല. അവരെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ ബാക്കിൽ നിന്നിരുന്ന വസുധയാകട്ടെ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ചന്ദ്രികയുടെ കഴുത്തറക്കുകയായിരുന്നു. അത് കേട്ട് കനക ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോഴും അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കൊന്നത് ചന്ദ്രികയല്ല എന്നും സഹസ്രയാണെന്നും. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ വസുധയാകട്ടെ അവളെ കൊന്ന പോലെ ഞാൻ നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന കത്തിയെടുത്ത് കനകത്തിന്റെ നേരെ വരുന്നു. അവിടെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാലാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നേരത്തെ കാണിച്ച ഫ്ലാഷ് ബാക്ക് സീനിന്റെ ബാക്കിയാണ്. മേരിയും അവളുടെ കാമുകനും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ മാർക്കറ്റിൽ വെച്ചിട്ട് മേരി അവളുടെ ഒരു റിലേറ്റീവിനെ കാണുന്നു. തന്റെ അച്ഛനെ അമ്മയെ പറ്റി ചോദിക്കുമ്പോൾ നീ ഇറങ്ങിപ്പോയ ദുഃഖത്തിൽ അവർ രണ്ടുപേരും മരിച്ചു എന്നാണ് ആ റിലേറ്റീവ് അവളോട് പറയുന്നത്. ഇത് കേട്ട് ആകെ തകർന്നാണ് മേരി വീട്ടിലേക്ക് വരുന്നത്. ആ സമയം ഭാസ്കർ അവളോട് വന്ന് പറയുന്നുണ്ട് തനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. തന്റെ മുതലാളി 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പിന് തന്നെ വിടുകയാണെന്ന്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ജോലിക്ക് പോകാൻ നിൽക്കുന്ന അവനോട് തന്റെ അച്ഛനും അമ്മയും മരിച്ച വിവരത്തെ പറ്റിയൊന്നും തന്നെ അവൾ പറയുന്നില്ല. എന്നാൽ താൻ തിരിച്ചു വന്നിട്ട് നിന്റെ വീട്ടുകാരെ കണ്ട് എല്ലാം സംസാരിച്ച് സോൾവ് ആക്കാമെന്നാണ് അവൻ പറയുന്നത്. തൽക്കാലം അവൾ അവനെ സന്തോഷത്തോടെ യാത്രയാക്കി. എന്താവശ്യമുണ്ടെങ്കിലും രാജുവിനെ വിളിക്കണമെന്ന് അവൻ പറയുന്നു. പക്ഷെ അങ്ങനെ പോയ ഭാസ്കർ ആകട്ടെ ഉടനെ ഒന്നും തിരിച്ചു വന്നില്ല. അവൾക്ക് പ്രസവവേദന തുടങ്ങിയപ്പോൾ രാജുവാണ് അവളെ ഹോസ്പിറ്റലാക്കുന്നത്. ഭാസ്കറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും രാജുവിന് അത് സാധിച്ചില്ല. പിന്നീട് ഡോക്ടർ ആകട്ടെ രാജുവിനോട് വന്ന് പറയുന്നുണ്ട് മേരിയുടെ കുഞ്ഞ് മരിച്ചുപോയെന്ന്. അത് മേരിക്കും രാജുവിനും വലിയൊരു ഷോക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഭാസ്കർ മരിച്ചു എന്നുള്ള വാർത്തയാണ് അവരെ തേടി എത്തുന്നത്. ഭാസ്കറിന്റെ മുതലാളി അവനെ ചതിക്കുകയായിരുന്നു. മകളിങ്ങിനാണ് അയാൾ അവനെ കൊണ്ടുപോയത്. പോലീസുകാർ പിടിക്കാൻ വന്നപ്പോഴാണ് ഭാസ്കർ മനസ്സിലാക്കിയത്. അവിടെ നടന്ന ഫയറിംഗില് ഭാസ്കർ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും. അവിടെയാണ് ആ ഒരു സീൻ കട്ടാകുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. കനകത്തിനെ ആക്രമിക്കാൻ വന്ന വസുധയെ കറക്റ്റ് സമയത്ത് മറ്റ് പോലീസുകാർ വന്ന് തടയുന്നു. ചന്ദ്രിക എന്ന പേരിലുണ്ടായിരുന്ന സഹസ്രയെ കൊന്നത് വസുധയാണെന്ന് തെളിയുകയും അവരെ ജയിലിലാക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും സഹസ്രയുടെ ബോഡി എവിടെയാണ് അവർ മറവ് ചെയ്തിരിക്കുന്നതെന്ന് അവർ തുറന്നു പറഞ്ഞില്ല. അതിനിടയ്ക്ക് ഒരു മോഷണം നടത്തിയ കള്ളനെ പോലീസുകാർ അവിടേക്ക് പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. മോഷണം മുതൽ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ആ കള്ളൻ പറയാത്ത കാരണം കനക ഉൾപ്പെടെ എല്ലാവരും അവനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് അവന്റെ ചെരുപ്പ് കനക ശ്രദ്ധിക്കുന്നത്. അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. സഹസ്രയെ കാണാതാകുന്നതിന്റെ അന്ന് വസുധ ഇവർ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വസുധ ധരിച്ചിരുന്നത് ഇതേ ചെരുപ്പാണ്. അതിന്റെ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നത് കാരണം അവർ പിന്നു കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കനകത്തിന് ആ ചെരുപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. ഇത് എവിടെ നിന്നാ നിനക്ക് കിട്ടിയതെന്ന് കള്ളനോട് ചോദിക്കുമ്പോൾ കള്ളൻ പറയുന്നുണ്ട് താനിപ്പോൾ മോഷണം നടത്താൻ പോയില്ലേ, ആ സ്ഥലത്ത് നിന്നാ തനിക്കിത് കിട്ടിയതെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് എവിടെയോ വസുധ പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ നിന്നും ഈ കള്ളന് വസുധയുടെ ചെരുപ്പ് കിട്ടിയത്. ആ കള്ളനെയും കൊണ്ടുപോയിട്ട് ആ ചെരുപ്പ് കിട്ടിയ സ്ഥലം അവർ പരിശോധിക്കുന്നു. അവിടെ ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അതിലെല്ലാം അവർ ബോഡിക്ക് വേണ്ടി പരിശോധന നടത്തി. എവിടെ നിന്നും സഹസ്രയുടെ ബോഡി കിട്ടിയില്ല. ഒടുവിൽ സംശയം തോന്നിയ പല സ്ഥലങ്ങളും പരിശോധിക്കുന്നിടയിൽ പുതുതായി പണിത ഒരു സിമന്റ് കട്ടയുടെ അടുത്ത് ഇതേ ചെരുപ്പിന്റെ ഒരു പാട് അവർ കാണുന്നുണ്ട്. ആ ഭാഗത്തെവിടെയോ വസുധ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവിടെ കുഴിച്ചു നോക്കാൻ കനകം പറയുകയും അങ്ങനെ അവർ കുഴിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് അവർക്ക് സഹസ്രയുടെ ബോഡി ലഭിക്കുകയും ചെയ്യുന്നു. അതാകെ അഴുകിയ നിലയിലായിരുന്നു. അത് കണ്ട് കനകം തകർന്നിരിക്കുകയാണ്. അതിനുശേഷം കനകം വീണ്ടും വസുധയെ കാണാൻ ജയിലിലെത്തി. നീ നല്ല ബുദ്ധിമതിയാണല്ലോ, നീ ആ ബോഡി കണ്ടെത്തിയല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് വസുധ പറയുന്നു. ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന് കനകം പറയുന്നുണ്ട്. കൂടാതെ നിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് താൻ കണ്ടെത്തിയെന്നും കനകം പറയുന്നു. മേരി എന്നാണ് കനക അവളെ വിളിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ കാണിച്ചുകൊണ്ടിരുന്ന അതേ മേരി തന്നെയായിരുന്നു ഇത്. വസുധയുടെ പൂർവ്വകാലം അന്വേഷിച്ചു പോയ കനക ആകട്ടെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന രാജുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ യഥാർത്ഥ പേര് മേരിയാണെന്ന് രാജുവിൽ നിന്നും അറിഞ്ഞു. പിന്നീട് അവളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും കനകം മനസ്സിലാക്കിയത് രാജുവിൽ നിന്നാണ്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. തന്റെ കുഞ്ഞിന്റെയും ഭാസ്കറിന്റെയും മരണശേഷം മേരി ആകെ ദുഃഖിതയായിരുന്നു. ഒരു ദിവസം രാജു ഒരു ഷോപ്പിലിരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നു. മേരിയെ കൊണ്ടുപോയ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടേഴ്സ് കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അവർ മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞിട്ട് ആ കുട്ടികളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ചില ആൾക്കാർ
ആൾക്കാർ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടി രാജുവിന് ആകെ ദേഷ്യം വരുന്നു. മേരിയുടെ പ്രസവം നടന്ന ആ ഹോസ്പിറ്റലിൽ പോയി അവൻ അന്വേഷിക്കുകയും മേരിയുടെ കുഞ്ഞും മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡന്റിന്റെ സഹായത്തോടുകൂടി അവളുടെ കുഞ്ഞിപ്പോൾ എവിടെയാണുള്ളതെന്ന് രാജു കണ്ടെത്തി. അത് പറയാൻ വേണ്ടിയിട്ട് അവൻ മേരിയുടെ അടുത്തേക്ക് വരുന്നു. മേരി ആ സമയം മാർക്കറ്റിൽ കൂടി ആകെ തകർന്ന് നടക്കുകയായിരുന്നു. അവളെ വിളിച്ചിട്ട് നിൽക്കാത്ത കാരണം അവൻ പിറകെ ഓടി. ആ സമയം അവനെ ഒരു വണ്ടി വന്നിടിക്കുകയും ചെയ്തു. എന്നാൽ ആക്സിഡന്റ് ആയി കിടന്ന അവനാകട്ടെ മേരിയോട് പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞു ജീവനോടെയുണ്ട്, അവൾ ഈ അഡ്രസ്സിലാണുള്ളത്. മേരി ആ അഡ്രസ്സും വാങ്ങി അവിടെ നിന്ന് ഓടി. രാജുവിന് ആ ആക്സിഡന്റിൽ ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. രാജു അവൾക്ക് കൊടുത്തത് സത്യനാരായണന്റെ അഡ്രസ് ആയിരുന്നു. മേരി ആ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ മകളെ കണ്ടിട്ട് മേരി ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം സത്യനാരായണൻ കാണുന്നു. തങ്ങളുടെ കുഞ്ഞിനെ ഇത്രയും കെയർ ചെയ്ത മേരിയോട് അയാൾ പേര് ചോദിക്കുമ്പോൾ അവൾ തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് വസുധ എന്ന് പറയുന്നു. ഈ കുഞ്ഞിന്റെ അമ്മ യഥാർത്ഥത്തിൽ താനാണെന്നുള്ള കാര്യം അവൾ തുറന്നു പറഞ്ഞില്ല. തനിക്ക് ആരുമില്ലെന്നും അനാഥയാണെന്നും ആഹാരത്തിന് വേണ്ടി താൻ ഇവിടേക്ക് വന്നുവെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സത്യനാരായണൻ കരുതുന്നു, ആരോരുമില്ലാത്ത ഈ സ്ത്രീ തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തിയ സ്ഥിതിക്ക് തന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ തന്നെ ഇവിടെ നിർത്താമെന്ന്. അങ്ങനെ സത്യനാരായണനും വസുധയും ചന്ദ്രികയെ നോക്കാൻ വേണ്ടിയിട്ട് വസുധയെ അവരുടെ കൂടെ കൂട്ടി. താൻ വിചാരിച്ചാൽ പോലും തന്റെ മകൾക്ക് അത്രയധികം നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റില്ല എന്ന് മേരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് തന്റെ മകളെ എന്നും കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ ജോലിക്കാരിയായിട്ട് തന്റെ മകളെ ശുശ്രൂഷിച്ച് അവർ അവിടെ തന്നെ കൂടി. എന്നാൽ ഒരു ദിവസം മേരി ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കി. ചന്ദ്രികയുടെ അമ്മ മേരിയോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങള് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്തത്. ആ കുഞ്ഞ് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം സത്യനാരായണന്റെ ബിസിനസ് ആകെ തകരാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സ്വാമിയെ കണ്ടത്. കുഞ്ഞിന്റെ ജാതകം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് ഏകമാർഗം ആ കുഞ്ഞിനെ മാറ്റി മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ആദ്യം എടുത്ത കുഞ്ഞിനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് മറ്റൊരു കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുത്തു. അവൾക്ക് ചന്ദ്രിക എന്ന് പേരിടുകയും ചെയ്തു. ഇത് കേട്ട് മേരി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. കാരണം ആദ്യം ഇവർ ദത്തെടുത്ത ആ കുഞ്ഞായിരുന്നു മേരിയുടെ കുഞ്ഞ്. ഇപ്പം ഇവരുടെ ജീവിതത്തിലുള്ള ഈ ചന്ദ്രിക എന്ന് പറയുന്ന കുട്ടി മേരിയുടെ കുട്ടിയല്ല. തന്റെ കുഞ്ഞ് ജീവിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ ചന്ദ്രിക ജീവിക്കുന്നത്. അത് ആലോചിച്ചിട്ട് മേരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷം തന്റെ കൂടെയുള്ളത് തന്റെ സ്വന്തം മകളാണെന്ന് കരുതിയിട്ടാണ് ഇവരുടെ വീട്ടിലെ വേലക്കാരിയിൽ നിന്നിട്ട് അവളെ നോക്കിയത്. ഒരു നിമിഷം അത് തന്റെ മകളല്ലാന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരുടെ മനസ്സിൽ ചന്ദ്രികയോട് ദേഷ്യമായി. അവർ ആ അറ്റൻഡറെ കണ്ട് തന്റെ യഥാർത്ഥ മകൾ എവിടെയെന്ന് അറിയാൻ ശ്രമിച്ചെങ്കിലും ഫയർ ആക്സിഡന്റില് പഴയ ഫയൽസ് ഒക്കെ കത്തിപ്പോയി 20 വർഷം മുമ്പുള്ള ഫയലൊന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ അറ്റൻഡർ അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. തന്റെ മകൾ എവിടെയാണെന്ന് പോലും തനിക്കിപ്പോ അറിയില്ല. ഈ ദേഷ്യം എല്ലാം കൊണ്ടാണ് അവർ ചന്ദ്രികയെ കൊന്നത്. എന്നാൽ ഇത് കേട്ട് കനകം പറയുന്നുണ്ട്, ഈ ക്രൂരത ചെയ്ത് നിങ്ങൾക്ക് ഈ ശിക്ഷയല്ല ലഭിക്കേണ്ടത്, ഇതിലും വലിയൊരു ശിക്ഷ ലഭിക്കണം. അത് എന്റെ കയ്യിലുണ്ടെന്ന് അവള് പറയുന്നു. നിങ്ങൾ ചോദിച്ചപ്പോ അറ്റൻഡർ ഫയൽസ് കത്തിപ്പോയെന്നൊക്കെ പറയും. പക്ഷെ പോലീസായി ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയും. അങ്ങനെ അവൻ സത്യം പറയുകയും ചെയ്തു. നിങ്ങളുടെ കുഞ്ഞിപ്പോൾ എവിടെയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഈ പേപ്പറിലുണ്ട് അവളെ ആരാണ് അഡോപ്റ്റ് ചെയ്തതെന്ന്. അത് ആരാണെന്ന് പറയാൻ മേരി കിടന്ന് ബഹളം ഉണ്ടാക്കിയായിരുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ട് കനകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതാണ്. അതും പറഞ്ഞുകൊണ്ട് മേരിയുടെ കൺമുന്നിൽ വെച്ചിട്ട് അവൾ ആ പേപ്പർ മുഴുവൻ വലിച്ചു കീറി കളയുന്നു. ഇപ്പോൾ നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇനി ഒരാൾക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെല്ലാം കേട്ട് മേരിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കനക അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ അതിനേക്കാൾ വലിയൊരു ടെസ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ശരിക്കും മേരിയുടെ മകൾ മറ്റാരുമായിരുന്നില്ല, അത് കനകം തന്നെയായിരുന്നു. അച്ഛന്റെ മരണശേഷം അച്ഛന്റെ പെട്ടി തുറന്ന് അവൾക്ക് ഈ പേപ്പർ കിട്ടിയിരുന്നു. അവളുടെ അച്ഛൻ അവളെ ദത്തെടുത്തതാണ്. അവളുടെ അമ്മയുടെ അച്ഛന്റെയും യഥാർത്ഥ പേരെല്ലാം തന്നെ ആ പേപ്പറിൽ ഉണ്ടായിരുന്നു. കനകത്തിന് ജന്മം കൊടുത്ത അതേ അമ്മ തന്നെയാണ് മേരി. കൂടാതെ അവളുടെ സുഹൃത്തിനെ കൊന്നൊടുക്കിയ സ്ത്രീയും. ഒരു തവണ പോലും ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് കനകത്തിനറിയാം. താനാണ് അവരുടെ മകൾ എന്നുള്ള സത്യവും അവൾ തുറന്നു പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പൊ ആ സ്റ്റേഷനിലെ എല്ലാ ജോലികളിലും കനകത്തിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൾ ഒരു ന്യൂസ് കാണുന്നു. ഒരു വലിയ കുറ്റവാളി ജയിൽ ചാടി പോയി എന്ന് പറഞ്ഞിട്ട്. അത് മറ്റാരുമായിരുന്നില്ല, മേരി തന്നെയായിരുന്നു. ആ സമയം അവൾക്ക് കോളും വരുന്നുണ്ട്, എന്റെ മകൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. ജയിൽ ചാടിയ മേരിയാകട്ടെ തന്റെ യഥാർത്ഥ മകളെ അന്വേഷിച്ചാണ് കനകത്തിനെ വിളിച്ചിരിക്കുന്നത്. ആ സമയം അവരുടെ അടുത്തായിട്ട് ആ മന്ത്രവാദം ചെയ്യുന്ന പ്രസിഡന്റിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അയാളും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു ചാടിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അവിടെയാണ് ഈ ഒരു സീരീസിന്റെ സീസൺ 2 അവസാനിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.